എല്ലാവർക്കും നമസ്കാരം. ഒരു ഒഴിപ്പിക്കലിൻ്റെ കഥയാണ് തിരുവനന്തപുരത്തുകാരിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒഴിപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് ഒഴിഞ്ഞു പോ എന്നൊരാൾ പറയുകയും മറ്റേയാൾ ഒഴിഞ്ഞു പോവില്ല എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ സാധാരണ ഈ പ്രേത കഥകളിലും പ്രേത സിനിമകളിലുമൊക്കെയാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു ബാധയൊഴിപ്പിക്കലിൻ്റെ കഥയല്ലിത്. മറിച്ച് ഒരു ജനപ്രതിനിധിയുടെ ഓഫീസിൽ നിന്ന് ജനപ്രതിനിധി അവിടെ നിന്ന് മാറണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ടാകുന്നു. ആ റിക്വസ്റ്റ് വരുന്നത് മറ്റൊരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ പോവില്ല എന്ന് പറയുന്നു, പോകണം എന്ന് പറയുന്നു. പിന്നീട് ഒരു വെടിനിർത്തലിലേക്കൊക്കെ തന്നെ അത് എത്തുന്നത് പോലെ തോന്നുന്നു. പിന്നെ വീണ്ടും വെടിപൊട്ടുന്നു. അവസാനം അതുവരെ ഒഴിഞ്ഞു പോവില്ല എന്ന് പറഞ്ഞ് കടുംപിടുത്തം പിടിച്ച് നിൽക്കുന്നയാൾ ഒഴിഞ്ഞു പോകാനായിട്ട് തീരുമാനിക്കുകയും അത് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. സംഭവം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഒരു ഓഫീസ് കെട്ടിടത്തിലുള്ള ഒരു മുറിയുമായി ബന്ധപ്പെട്ടതാണ്. വട്ടിയൂർക്കാവ് MLAയും CPMൻ്റെ നേതാവുമായിട്ടുള്ള ശ്രീ VK പ്രശാന്താണ് അവിടെ ഓഫീസ് വാടകയ്ക്ക് എടുത്തിരുന്നത്. അദ്ദേഹത്തിനോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് ആവശ്യപ്പെട്ടത് ശാസ്തമംഗലത്തെ കൗൺസിലറും BJPയുടെ നേതാവും മുൻ DGPയുമായിരുന്ന ശ്രീമതി R ശ്രീലേഖയാണ്. വ്യക്തിപരമായി ഫോണിൽ വിളിച്ചുണ്ടായിരുന്ന ഒരു അഭ്യർത്ഥന, അതിനെ ഒരാൾ വലിയ വാർത്തയാക്കുന്നു. പിന്നീട് അത് രാഷ്ട്രീയ വിവാദമായി മാറുന്നു. മറ്റ് രാഷ്ട്രീയ കക്ഷികളിലുള്ള നേതാക്കന്മാർ തന്നെ അതിൽ പങ്കാളികളായി മാറുന്നു. അങ്ങനെ ഓഫീസ് ഒഴിയില്ല എന്നൊരാൾ പറയുന്നു, ഒഴിയണം എന്ന് മറ്റേയാൾ പറയുന്നു, ഒഴിയണം എന്ന് വേറെ ആൾക്കാരും പറയുന്നു. അവസാനം എന്തായാലും ഒഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നയാൾ ഇത് ഒഴിയാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ ഇത് ആവശ്യമുള്ള ഒരു വിവാദമായിരുന്നോ? പൊതുജനങ്ങൾ സത്യത്തിൽ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ പശ്ചാത്തലം നോക്കണം. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ശാസ്തമംഗലം ജംഗ്ഷനിലുള്ള ഒരു കെട്ടിടമാണ് ഈ വിവാദമായിട്ടുള്ള തർക്കസ്ഥലം. അതിൽ സ്ഥലപരിമിതി ഉണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലെ ഒരു ഹാൾ പാർട്ടീഷൻ ചെയ്ത് MLA ഓഫീസിനും കൗൺസിലർ ഓഫീസിനും വേണ്ടുന്ന സ്ഥലം അതിൽ ക്രമീകരിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ 7 വർഷമായി ശ്രീ പ്രശാന്തിൻ്റെ MLA ഓഫീസ് ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ ലീസ് കരാറ് ഈ മാർച്ച് മാസം 31 വരെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം തന്നെ പറയുന്നത്. എന്നാൽ ഇപ്പോൾ നടന്നിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കോർപ്പറേഷൻ്റെ ശാസ്തമംഗലം വാർഡ് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി R ശ്രീലേഖ പറഞ്ഞത് തനിക്ക് ഓഫീസ് സ്പേസിന് പരിമിതികളുണ്ട് എന്നാണ്. ആ സ്ഥലപരിമിതി പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പ്രശാന്തിൻ്റെ MLA ഓഫീസ് അവിടെ നിന്ന് മാറ്റി കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ടുള്ള മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തുകൂടെ എന്ന് അവർ ഫോണിൽ വിളിച്ച് അദ്ദേഹത്തിനോട് വ്യക്തിപരമായിട്ട് അഭ്യർത്ഥിക്കുന്നു. എന്നാൽ പ്രശാന്ത് അതിന് വഴങ്ങുന്നില്ല. അദ്ദേഹത്തിന് അവിടെ നിയമപരമായിട്ട് തുടരാനുള്ള അവകാശമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് ശ്രീമതി ശ്രീലേഖ ഈ ചെറിയ ഓഫീസിൻ്റെ പല ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നു. അപ്പോൾ ആ ഓഫീസിൻ്റെ ശോച്യാവസ്ഥ എത്രത്തോളമാണ് എന്നതിനെക്കുറിച്ച് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യവുമുണ്ടാകുന്നു. എങ്കിലും ആ ഘട്ടത്തിലും ശ്രീമതി ശ്രീലേഖയെ കുറ്റം പറഞ്ഞ നിരവധി ആൾക്കാരുണ്ട്. ഒരു MLAയോട് ഓഫീസ് ഒഴിയുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആവശ്യപ്പെടാമോ? അദ്ദേഹവും ഒരു ജനപ്രതിനിധിയല്ലേ? നിങ്ങൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കുകയല്ലാതെ ഇത് പൊതുവിടത്തിൽ കൊണ്ടുവന്ന് അലക്കേണ്ടുന്ന വിഷയമാണോ? ഇങ്ങനെയുള്ള നിരവധി അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച രാഷ്ട്രീയതരമായി ചിന്തിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. ആ സമയത്ത് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആവശ്യമാണ് എന്ന മട്ടിലാണ് ശ്രീ പ്രശാന്ത് പ്രതികരിച്ചത്. കാരണം തനിക്ക് ലീഗലായിട്ടുള്ള കോൺട്രാക്റ്റ് മാർച്ച് മാസം വരെയുണ്ട്. അതുകൊണ്ട് തന്നെ താൻ ഇവിടെ നിന്ന് ഒഴിയേണ്ടുന്ന നിയമപരമായിട്ടുള്ള ഒരു ബാധ്യതയുമില്ല. തന്നെയുമല്ല, അവിടെ നിന്ന് ഒഴിയില്ല എന്ന് അദ്ദേഹം സുവ്യക്തമായിട്ട് പറയുകയും ചെയ്തു. ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓഫീസാണ്. അവരുടെ ആക്സസ് കൂടി പരിഗണിച്ചിട്ടാണ്, അതിനുള്ള സൗകര്യമൊക്കെ പരിഗണിച്ചിട്ടാണ് ആ ഓഫീസിൽ പ്രവർത്തിക്കുന്നത്. താൻ ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും അവിടെയുണ്ട്. ഒരു നിശ്ചിത സമയം വരെയുണ്ട്. തൻ്റെ ഓഫീസ് മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് രാത്രി വരെയും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ദിവസേന 100-150 ആൾക്കാരെ താൻ അവിടെ നിന്ന് കാണാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 7 വർഷമായിട്ട് താൻ അവിടെ പ്രവർത്തിക്കുന്നു. ഇതിൽ 5 വർഷം അവിടെ പ്രവർത്തിച്ചിരുന്നത്, ഈ ഓഫീസ് ഓക്യുപ്പൈ ചെയ്തിരുന്നത് ഒരു BJP കൗൺസിലർ തന്നെയാണ്. ആ സമയത്ത് ഒന്നും ഇല്ലാതിരുന്ന ഒരു പ്രശ്നം ഇപ്പോൾ കൊണ്ടുവരുന്നത് പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെയാണ് ശ്രീ പ്രശാന്ത് പ്രതികരിച്ചത്. എന്നാൽ ഇതിനിടയ്ക്കുണ്ടായിരുന്ന മറ്റൊരു ചെറിയ ട്വിസ്റ്റ് കോൺഗ്രസിൻ്റെ വകയായിരുന്നു. കോൺഗ്രസിൻ്റെ മുൻ MLA ആയിട്ടുള്ള ഇപ്പോൾ വാർഡ് കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീ KS ശബരിനാഥൻ പറഞ്ഞത് MLA ഹോസ്റ്റലിലെ സൗകര്യങ്ങൾ വേണമെങ്കിൽ ശ്രീ പ്രശാന്തിന് ഉപയോഗിക്കാമല്ലോ എന്നായിരുന്നു. അതോടുകൂടി ഇത് BJPയുടെ രാഷ്ട്രീയം മാത്രമല്ല, BJPയെ സഹായിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന മട്ടിലാണ് പിന്നീട് ശ്രീ പ്രശാന്ത് പ്രതികരിച്ചത്. അങ്ങനെ എല്ലാ പക്ഷത്തിലുള്ള ആൾക്കാരും അവരുടെ രാഷ്ട്രീയ നിലപാട് ഈ വിഷയത്തിൽ പ്രകടമാക്കിയതിന് ശേഷവും ഒരു സ്റ്റെയിൽമേറ്റാണ്. ആരും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ശ്രീലേഖ ഈ ജനുവരി മാസം 3-ാം തീയതി അവിടെയുള്ള നെയിം ബോർഡിൽ പ്രശാന്തിൻ്റെ പേരിന് മുകളിലായിട്ട് തൻ്റെ വാർഡ് കൗൺസിലർ എന്നുള്ള ആ നിലയ്ക്കുള്ള നെയിം ബോർഡ് കൂടി സ്ഥാപിക്കുന്നത്. ഈ സമയത്താണ് മുൻപുണ്ടായിരുന്ന തൻ്റെ തീരുമാനത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒരു യൂ ടേൺ എടുത്തുകൊണ്ട്
ശ്രീ വി കെ പ്രശാന്ത് താൻ മരുതൻകുഴിയിലുള്ള മറ്റൊരു കെട്ടിടത്തിലേക്ക് തൻ്റെ MLA ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുകയാണ് എന്ന് പറയുന്നത്. ഇതുവരെ അദ്ദേഹം പറഞ്ഞിരുന്ന വാദഗതികളൊന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം പറഞ്ഞത് തൻ്റെ കാലത്താണ് ഈ കെട്ടിടം നവീകരിച്ചത്, അവകാശം പറയുകയല്ല, പക്ഷേ എങ്കിലും ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ഒരു റേറ്റിൽ താൻ അവിടെ പ്രവർത്തിക്കുകയാണ്. മറ്റുള്ള പല ജനപ്രതിനിധികൾക്കും സൗജന്യമായിട്ടാണ് അവരുടെ MLA ഓഫീസ് പ്രവർത്തിക്കുന്നതിന് വേണ്ടുന്ന സ്ഥലമൊക്കെ തന്നെ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ താൻ അവിടെ ചെറുതെങ്കിലും ഒരു വാടകയൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിയമപരമായിട്ടുള്ള അവകാശം തനിക്കുണ്ട്, അതില്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതിന് ഒരു തരത്തിലുള്ള കുടിശ്ശികയും താൻ വരുത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് ഒരു ചാനൽ ചർച്ചയിൽ ഒരു 2-3 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നുവെന്നും അത് പൊടുന്നനെ അടച്ചു തീർക്കുകയും ഒക്കെ ചെയ്തു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. എന്തായാലും മാർച്ച് മാസം വരെയുള്ള വാടകയൊക്കെ തന്നെ താൻ അടച്ചിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പിന്നീട് പറയുകയും ചെയ്തു. അതുകൊണ്ട് ലീഗലായിട്ട് തന്നെ കോർപ്പറേഷന് അവിടെ നിന്ന് ഇവിക്റ്റ് ചെയ്യാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ താൻ അവിടെ നിന്ന് പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ഇതുവരെ പറഞ്ഞിരുന്നത്. താൻ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടുന്ന ഒരു സാഹചര്യവും ഇല്ല എന്നാണ് തൻ്റെ മണ്ഡലത്തിലുള്ള വോട്ടർമാർ ചിന്തിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ചില വീഡിയോ ദൃശ്യങ്ങൾ എടുത്തതിന് ശേഷം അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിൽ തന്നെ നമ്മൾ കാണുന്നത് പുരുഷന്മാരും സ്ത്രീകളും പല പ്രായത്തിലുള്ള ആൾക്കാരും ഒക്കെ പറയുന്നത് MLA അവിടെ നിന്ന് ഓഫീസ് മാറ്റേണ്ടുന്ന ഒരാവശ്യവുമില്ല, അത് നാട്ടുകാർക്കെല്ലാം വളരെ സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് ജനഹിതം എന്നത് താൻ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട ആവശ്യമില്ല എന്നത് തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ശാസ്തമംഗലം MLA ഓഫീസിൽ തന്നെ താൻ തുടരും എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നീടും ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ തന്നെ ഇട്ടു. തന്നെയുമല്ല, മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഈ വാടക ചെറുതാണ് എന്നുള്ളതാണ് നിങ്ങളുടെയൊക്കെ ആരോപണമെങ്കിൽ കോർപ്പറേഷൻ വാടക കൂട്ടിക്കോളൂ, ഞാനത് തരാം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു സാഹചര്യത്തിലും ലീഗലി താൻ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് നേരത്തെ പോകാനായിട്ടുള്ള ഒരു താല്പര്യവും ഒരു തീരുമാനവും തൻ്റെ ഭാഗത്തു നിന്നില്ല. ഇനി വാടക കൂട്ടുകയാണെങ്കിൽ പുതുക്കിയ വാടക തരാൻ പോലും താൻ സന്നദ്ധനാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെയുള്ള ബുൾഡോസർ രാജൊന്നും തന്നെ അനുവദിക്കില്ല എന്ന മട്ടിലുള്ള ചില പ്രതികരണം പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്ത് ഉണ്ടാവുകയും ചെയ്തു. തന്നെയുമല്ല, കോൺഗ്രസിലെ ശ്രീ ശബരിനാഥൻ ഈ വിഷയത്തിൽ ഇടപെട്ട് അഭിപ്രായം പറഞ്ഞപ്പോൾ അതിനെപ്പോലും അതിനിശ്ചിതമായിട്ടാണ് പ്രശാന്ത് വിമർശിച്ചത്. അദ്ദേഹം പറഞ്ഞത് ശബരിനാഥ് ഇവിടെ BJPക്ക് കുടപിടിക്കുകയാണ് എന്നാണ്. അതായത് കോൺഗ്രസ് BJPയുടെ ഒരു ആശയത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു, അങ്ങനെ ഈ 2 ആൾക്കാരും കൂടി ചേർന്ന് MLA അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് എവിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു എന്ന തരത്തിലുള്ള ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് MLA ശ്രീ പ്രശാന്ത് ശ്രമിച്ചത്. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള ഒരു കടുത്ത പൊസിഷൻ എടുത്തിട്ട് ഇതിനെ മാധ്യമങ്ങളുടെ മുന്നിൽ പലതവണ പ്രതികരണ വിഷയമാക്കിയൊക്കെ മാറ്റിയതിന് ശേഷം തൻ്റെ പൊസിഷൻ, താൻ അവിടെ നിന്ന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ താൻ അതേ ഓഫീസിൽ തന്നെ തുടരും, അതിന് ലീഗലി തനിക്ക് അവകാശമുണ്ട്, ആ അവകാശം മാർച്ച് മാസം വരെയുണ്ട്, അതിനുശേഷമുള്ള കാര്യം പിന്നീട് ആലോചിക്കാം, പുതുക്കിയ വാടക വേണമെങ്കിൽ താൻ തരാൻ സന്നദ്ധനാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം ഒരു U-ടേൺ എടുത്തിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് താൻ അവിടെ നിന്ന് ഒഴിയുകയാണ്. ഇതിനോടകം തന്നെ അവിടെയുള്ള പല ഫർണിച്ചറും മാറ്റുന്ന പരിപാടികളെല്ലാം തന്നെ തുടങ്ങിയിട്ടുണ്ട്. മരുതൻകുഴിയിൽ താൻ പുതിയൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, തൻ്റെ MLA ഓഫീസ് അങ്ങോട്ടേക്ക് മാറ്റുകയാണ് എന്നാണ്. അപ്പോൾ അതിന് കാരണം എന്താണ് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പുതിയൊരു വാദമാണ് ഇറക്കുന്നത്. ആ വാദം എന്നത് വിവാദം വേണ്ട എന്നുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള ഒരു വിവാദം വേണ്ട എന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് താൻ അവിടെ നിന്ന് സ്വയം ഒഴിഞ്ഞു പോകാനായിട്ട് തീരുമാനിച്ചു എന്നാണ് ശ്രീ പ്രശാന്ത് ഇപ്പോൾ പറയുന്നത്. എന്നാൽ ഇതുവരെ ഈ ഒരു വിഷയത്തിനെ ആദ്യം വാർത്തയാക്കുന്ന സമയത്തോ പിന്നീട് പലതവണ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്തോ അതിനിശ്ചിതമായ രീതിയിലത്തേക്കുള്ള വിമർശനം കോൺഗ്രസിനെതിരെ ഉൾപ്പെടെ അദ്ദേഹം പറയുന്ന സമയത്തോ അദ്ദേഹം ഒരിക്കൽ പോലും ഇതൊരു അനാവശ്യ വിവാദം സൃഷ്ടിക്കലാണ് എന്നോ അല്ലെങ്കിൽ ആരെങ്കിലും സൃഷ്ടിച്ചിരിക്കുന്ന വിവാദത്തിൻ്റെ ഭാഗമായിട്ട് താൻ ആ വിവാദത്തിനെ കൂടുതൽ വഷളാക്കുകയാണ് എന്നോ ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതിശയം. നല്ല പ്രവൃത്തികൾ താൻ ചെയ്യുന്നുണ്ട്, ആ പ്രവൃത്തികളൊക്കെ തന്നെ വിസ്മൃതിയിലാകും എന്നുള്ള ഒരു ആശങ്ക ഇപ്പോൾ തനിക്കുണ്ട്. അതുകൊണ്ട് ഈ നല്ല പ്രവൃത്തികളുടെ മുകളിലേക്ക് ഈ വിവാദത്തിൻ്റെ നിഴൽ വീഴ്ത്താനായിട്ട് താൻ ആഗ്രഹിക്കുന്നില്ല എന്ന മട്ടിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്ന ക്യാപ്സൂൾ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതുവരെ അദ്ദേഹം പറഞ്ഞിരുന്നത് തനിക്ക് നിയമപരമായിട്ട് അവിടെ അവകാശമുണ്ട്, അതിനെതിരെ സംസാരിക്കുന്ന ആൾക്കാർക്കെതിരെയൊക്കെ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സൈബർ പോലീസിലേക്ക് കോൺടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ തന്നെ താൻ ശ്രമിക്കും എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു പൊസിഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആ പൊസിഷനെ ഫർദർ ചെയ്യുന്ന രീതിയിലത്തേക്ക് ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടത്. പക്ഷേ ഒരു വിവാദമുണ്ടാക്കി അതിനെ ആളിക്കത്തിച്ച് അതിൻ്റെ ഒരു ഭാഗം മെയിൻറ്റെയിൻ ചെയ്ത് നിന്ന് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം തനിക്കെതിരെ ഏകോപിച്ച് പ്രവർത്തിക്കുകയാണ് എന്ന മട്ടിലുള്ള നറേറ്റീവൊക്കെ ബിൽഡ് ചെയ്തതിന് ശേഷം പൊടുന്നനെ അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഒരു U-ടേൺ എടുത്ത് പോകുന്നത് എന്നതിനെക്കുറിച്ച് സത്യത്തിൽ നമുക്ക് ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയം നമുക്ക് ചിന്തിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ.
2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനായിട്ട് ഇനി ഏതാനും ചുരുക്കം ചില മാസങ്ങൾ മാത്രമേ ഉള്ളൂ. വട്ടിയൂർക്കാവ് CPMന്റെ നിലവിലത്തെ സിറ്റിംഗ് സീറ്റാണ്. ശ്രീ പ്രശാന്ത് ഇത്തവണ ജയിച്ചു. കഴിഞ്ഞ തവണ ഒരു ചെറിയ ടൈമിൽ അദ്ദേഹം അവിടെ ജയിച്ചു വന്നിരുന്നു. BJP എന്നാൽ ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യമായിട്ട് മാറുന്നുണ്ട്. 26 കോർപ്പറേഷൻ വാർഡുകളാണ് ഈ വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതിലൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള പ്രകടനമാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവരുടെ ഒരു A ക്ലാസ് അല്ലെങ്കിൽ A+ കാറ്റഗറി മണ്ഡലമായിട്ട് നിശ്ചയമായും അവർ പരിഗണിക്കുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ BJPയെയും കോൺഗ്രസിനെയും ഒരേപോലെ എതിർത്തുകൊണ്ട് ഒരു നിലപാടെടുത്ത് തനിക്കെതിരെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ ബുദ്ധിമോശമായിരിക്കാം എന്ന് ഈ ഘട്ടത്തിൽ ശ്രീ പ്രശാന്ത് തിരിച്ചറിയുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരു വിവാദത്തിലേക്ക് പോയി തനിക്ക് കിട്ടാവുന്ന വോട്ടുകളെ ഇല്ലാതാക്കണ്ട എന്ന് ഒരുപക്ഷെ ഒരു പൊളിറ്റിക്കൽ സെൻസ് ശ്രീ പ്രശാന്തിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തന്നെയുമല്ല, നമ്മൾ ഈ വിഷയത്തിൻ്റെ ശരിയായിട്ടുള്ള ലീഗൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കെട്ടിടത്തിൻ്റെ നിയമപരമായിട്ടുള്ള അവകാശം തിരുവനന്തപുരം കോർപ്പറേഷന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ ഒരു കൗൺസിൽ കൂടി തീരുമാനിക്കുകയാണ് അവിടെ നിന്ന് ഇന്ന ആൾക്കാർ ഒഴിഞ്ഞു പോകണം എങ്കിൽ അവർ ഒഴിഞ്ഞു പോയേ മതിയാകും. അപ്പോൾ താൻ അവിടെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പൊസിഷൻ എടുത്ത് ആ തീരുമാനത്തിൽ ശക്തിയുക്തം നിന്നു കഴിഞ്ഞാൽ കോർപ്പറേഷൻ്റെ തീരുമാനം ഒരുപക്ഷെ മറിച്ചാണ് വരുന്നത് എങ്കിൽ കോർപ്പറേഷൻ്റെ തീരുമാനത്തിനെ തള്ളിക്കൊണ്ട് അവിടെ നിൽക്കാനായിട്ട് അദ്ദേഹത്തിന് നിയമപരമായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വളരെ മോശം സാഹചര്യത്തിൽ അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ അതിൻ്റെ പേരിൽ കിട്ടാമെങ്കിലും അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഒക്യുപ്പേഷൻ ഇല്ലീഗലായിരുന്നു എന്ന മട്ടിലുള്ള ഒരു ഓപ്പോസിറ്റ് പ്രചരണം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ നാണം കെട്ട് ഇറങ്ങിപ്പോകുന്നതിനേക്കാൾ നല്ലത് തൻ്റേതായിട്ടുള്ള ഇനിഷ്യേറ്റീവിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിരിക്കും എന്നുള്ള ഒരു ചിന്ത ഒരുപക്ഷെ ഈ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് പിന്നിൽ പ്രശാന്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യമായിട്ട് പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ BJP പിടിച്ചെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒരു വിവാദത്തിലേക്ക് പോകേണ്ട എന്ന മട്ടിലുള്ള ഒരു പാർട്ടി പ്രഷർ ഒരുപക്ഷെ പ്രശാന്തിന് മേൽ പ്രവർത്തിച്ചിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം പ്രശാന്തിൻ്റെ ഇൻവോൾവ്മെൻ്റാണ് സത്യത്തിൽ ആ വിഷയത്തിനെ, ആ വിവാദത്തിനെ വലുതാക്കിയത്. വിവാദത്തിൻ്റെ ഭാഗമാകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ശ്രീലേഖ പേഴ്സണലായിട്ട് ഫോണിൽ വിളിച്ചാണ് അദ്ദേഹത്തിനോട് ഈ ഒരു റിക്വസ്റ്റ് മുന്നിൽ വെച്ചത് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതിനെയാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതും അതിനെ തനിക്കെതിരെയുള്ള ഒരു വലിയ നീക്കമായിട്ടും ഒരുപക്ഷെ ഒരു BJP കോൺഗ്രസ് സംയുക്ത നീക്കമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ അദ്ദേഹം ശ്രമിച്ചത്. സത്യത്തിൽ ഈ വിവാദം കൊണ്ടുണ്ടാകുന്ന മറ്റൊരു ഗുണം കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങളുടെ ലീസിംഗ് സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ചയുണ്ടാക്കി എന്നത് തന്നെയാണ്. ഒരുപക്ഷെ ശ്രീ VK പ്രശാന്തിന് അല്ലെങ്കിൽ ഒരു MLAക്ക് ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള റേറ്റിലൊക്കെ തന്നെ ഈ MLA ഓഫീസ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി കോർപ്പറേഷന് താല്പര്യമുണ്ട് എങ്കിൽ അവരുടെ സ്പേസ് കൊടുക്കാം. പക്ഷേ ഇതേപോലെ ചില സ്വകാര്യ വ്യക്തികളും മറ്റു ചില സ്ഥാപനങ്ങളുമൊക്കെ കോർപ്പറേഷൻ കെട്ടിടങ്ങൾ ചെറിയ വാടകയ്ക്ക് ലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ആക്ഷേപം. അതുകൊണ്ട് തന്നെ പ്രശാന്ത് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന മുറി എന്ന് മാത്രമല്ല, കോർപ്പറേഷൻ്റെ മൊത്തത്തിലുള്ള റെൻ്റൽ എഗ്രിമെൻറ്റുകളൊക്കെ തന്നെ ഒന്ന് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ പബ്ലിക് പ്രോപ്പർട്ടികളുടെ ഉപയോഗത്തിൽ ഒരു സുതാര്യത ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമാണ്. ചില ആൾക്കാർ വാടക കൊടുക്കുകയും ചില ആൾക്കാർക്ക് സൗജന്യമായിട്ട് കൊടുക്കുകയും ചില ആൾക്കാർക്ക് ഡിസ്കൗണ്ടഡ് റേറ്റിൽ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രാക്ടീസ് അല്ല. ഇതിലൊക്കെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ചില റൂൾസ് ഉണ്ടാവുക എന്നുള്ളതും പ്രധാനമാണ്. ലീസ് കരാറുകളൊക്കെ തന്നെ പാലിക്കേണ്ടതാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ ആവശ്യം എന്താണ് എന്നത് പ്രയോറിറ്റൈസ് ചെയ്യപ്പെടണം. തൻ്റെ പൊസിഷൻ MLA എന്ന് പറയുന്ന പൊസിഷൻ കൗൺസിലറുടേതിനേക്കാൾ മുകളിലാണ്, അല്ലെങ്കിൽ കൗൺസിലറുടെ പൊസിഷൻ MLAയുടെ പദവിയേക്കാൾ താഴെയാണ് എന്നൊക്കെയുള്ള തുലാസിലുള്ള കണക്കെടുപ്പുകളും മറ്റും ഒന്നും തന്നെ പൊതുപ്രവർത്തകർ നടത്തുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല എന്നുള്ളത് ഇവിടുത്തെ പൊതുജനം തിരിച്ചറിയുന്നുണ്ട്. MLAയെയും ആൾക്കാർക്ക് ആവശ്യമുണ്ട്, വാർഡ് കൗൺസിലറെയും ആവശ്യമുണ്ട്. ഈ രണ്ട് ആൾക്കാരെയും രണ്ട് തരത്തിലുള്ള നീഡ്സിന് വേണ്ടിയിട്ടാണ് ആൾക്കാർക്ക് ആവശ്യം. അതുകൊണ്ട് ജനപ്രതിനിധികൾ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതല്ലാതെ വിവാദമുണ്ടാക്കി അത് ആളിക്കത്തിച്ച് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന വലിയ വിഷയമാക്കിയതിന് ശേഷം ഞാൻ വിവാദത്തിൻ്റെ ഭാഗമാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നടപടിയാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് തോന്നുന്നില്ല. അതിന് ഒരുപക്ഷെ മറ്റു ഫാക്ടേഴ്സ് ഒക്കെ തന്നെ അദ്ദേഹത്തെ സ്വാധീനിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമേ രാഷ്ട്രീയ നിരീക്ഷകർ അതിനെ വിലയിരുത്തുകയുള്ളൂ. എന്തായാലും ബുൾഡോസർ രാജ് ഒന്നും തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വേണ്ടി വന്നില്ല. താൻ മാർച്ച് മാസമാകാതെ അവിടെ നിന്ന് ഒഴിയില്ല എന്നുള്ള പ്രഖ്യാപനമൊന്നും തന്നെ ഓണർ ചെയ്യുന്നതിന് ആ പ്രഖ്യാപനം നടത്തി ഏതാനും ദിവസം കഴിയുമ്പോഴേക്കും MLAക്ക് സാധിച്ചില്ല. എന്തായാലും ശ്രീമതി ശ്രീലേഖ എടുത്ത ഒരു തീരുമാനം, അതിൽ അവർ ഉറച്ചു നിന്നു. എന്തായാലും അവർക്ക് സൗകര്യമായ രീതിയിലത്തേക്ക് ഒരു അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടി, ജനങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം കോർപ്പറേഷൻ്റെ കെട്ടിടത്തിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. MLA ആയിട്ടുള്ള ശ്രീ പ്രശാന്തിന്
ഒരു തരത്തിലുള്ള തടസ്സവും ഇല്ലാതെ മരുതൻകുഴിയിലെ അദ്ദേഹത്തിൻ്റെ പുതിയ ഓഫീസിൽ വെച്ച് ആൾക്കാരെ കാണാനായിട്ട് സാധിക്കട്ടെ. ഒരു ഫോൺ കോളിൽ അപേക്ഷിക്കപ്പെട്ടിരുന്ന ഒരു കാര്യം വളരെ അമിക്കബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പരസ്പരം ചർച്ച ചെയ്ത് ഈ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അത് ശ്രീലേഖയ്ക്ക് വേണ്ടി ശ്രീ പ്രശാന്ത് സ്ഥലം ഒഴിഞ്ഞുകൊടുക്കുന്നു എന്ന മട്ടിൽ അദ്ദേഹത്തിന് തന്നെ പൊളിറ്റിക്കൽ മൈലേജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യവും ആകുമായിരുന്നു. ഈ പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയുന്നത് പോലെ രാഷ്ട്രീയമായി കിട്ടുന്ന അവസരങ്ങളെ നല്ല രീതിയിലേക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അക്യുമൻ, ഒരു പൊളിറ്റിക്കൽ സെൻസ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉണ്ടാകേണ്ടതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ബാക്കി പത്രം. എന്തായാലും ശ്രീമതി ശ്രീലേഖയ്ക്കും ശ്രീ പ്രശാന്തിനും പുതിയ ഓഫീസിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ആരെയും ഒഴിപ്പിക്കാതിരിക്കാനും എവിടെ നിന്നും ഒഴിഞ്ഞു പോകാതിരിക്കാനുമുള്ള സാഹചര്യവും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.